നിർമ്മലാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മുട്ട റോസ്റ്റ് ആണ്. കേരള സ്റ്റൈലിലെ ഒരു മുട്ട റോസ്റ്റ് ആണ് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് ഞാനൊരു 4 വലിയ സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ 2 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 4-5 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അത് എനിക്കനുസരിച്ച് എത്രയാണെന്ന് വെച്ചാൽ നിങ്ങൾ ചേർത്താൽ മതി. പിന്നെ ഒരു മീഡിയം 2 തക്കാളിക്ക അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ 7 മുട്ട എടുത്തിട്ടുണ്ട് ഞാൻ. പിന്നെ ഇതിനകത്ത് ചേർക്കാനുള്ള മസാല എന്ന് പറയുന്നത് ഗരം മസാല വേണം, പെരുംജീരകപ്പൊടി വേണം, കുരുമുളക് പൊടി വേണം, പിന്നെ ഒരു കഷ്ണം പട്ട എടുത്തിട്ടുണ്ട്, പിന്നെ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി. ഇത്രയാണ് ഇതിന് ആവശ്യം. എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 4 സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്കിത് ഉണ്ടാക്കാൻ തുടങ്ങാം. എണ്ണ ചൂടായി തുടങ്ങി. നമുക്കൊരു സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ഇത് ചെറിയ സ്പൂണായിട്ടാണ് ഞാൻ 2 സ്പൂൺ ഇടുന്നത്. 1 സ്പൂണാണ്. കടുക് ഇട്ട് കൊടുത്തു. കടുക് ഒന്ന് പൊട്ടട്ടെ. അതിനുശേഷം നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയുടെ പേസ്റ്റ് ഇട്ട് കൊടുക്കണം കടുക് പൊട്ടിയതിന് ശേഷം. പിന്നെ ഞാൻ കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇഷ്ടാനുസരണം ചേർക്കാൻ. നമ്മുടെ വീട്ടിൽ ഇഷ്ടം പോലെ കറിവേപ്പിലയുണ്ട്. അത് ഞാൻ കാണിച്ചിരുന്നു നേരത്തെ ഇതിലെ ഒരു ചമ്മന്തി കാണിച്ചിരുന്നു. അപ്പോൾ അത് എല്ലാവരും അതുപോലെ വീട്ടിലെ കറിവേപ്പൊക്കെ വെച്ച് കൂട്ടിപ്പിക്കണം കേട്ടോ. ഉള്ളി നല്ലതായിട്ട് വഴട്ടെ. നല്ല കളറ് മാറി വരണം ഉള്ളിയുടെ. നമുക്ക് 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഞാൻ പിന്നെ കുറേ ഏറെ കറിവേപ്പില ചേർക്കുന്നുണ്ട്. മുട്ട റോസ്റ്റ് അല്ലേ, അപ്പോൾ കൂടുതൽ കറിവേപ്പില ഇടുന്നത് നല്ലതാണ്. ഇതിനകത്ത് മല്ലിയില ഒന്നും ചേർക്കത്തില്ല. നമ്മുടെ കേരള സ്റ്റൈലിലല്ലേ ഉണ്ടാക്കുന്നത്, അത് കാരണം. അതുപോലെ തന്നെ വെളിച്ചെണ്ണ തന്നെ നിങ്ങൾ ഉപയോഗിക്കണം. വെളിച്ചെണ്ണയ്ക്കകത്താണ് ഇതിൻ്റെ ടേസ്റ്റ് കൂടുക. വെളിച്ചെണ്ണയിൽ തന്നെ വെക്കണം ഇത്. പിന്നെ വെളിച്ചെണ്ണ കഴിക്കാൻ പറ്റാത്തവർ വല്ലതും ഉണ്ടെങ്കിൽ മറ്റേ എണ്ണയ്ക്കകത്ത് ഉണ്ടാക്കിയെന്ന് വിചാരിച്ച് കുഴപ്പമൊന്നുമില്ല. ഇത് പക്ഷേ ഇങ്ങനെ ചെയ്യുന്നത് നമ്മുടെ നാടൻ രീതിയിലല്ലേ. കണ്ടോ നല്ലപോലെ ഉള്ളി കുറഞ്ഞു വന്ന കണ്ടോ. ഞാൻ വലിയ സവാള എടുത്ത് അത്രയും ഉള്ളി കണ്ടതല്ലേ. അപ്പോൾ വഴറ്റി വരുമ്പോൾ എന്ത് കുറവാണ്. ഇനിയിപ്പോൾ ഇത് ഒന്നുകൂടെ വഴണ്ടി വരുമ്പോൾ ഒട്ടും കാണില്ല. ഇത് നല്ലപോലെ വഴറ്റിയതിന് ശേഷം നമുക്ക് മസാലകളെല്ലാം ചേർത്ത് കൊടുക്കാനും തക്കാളിക്ക ചേർത്ത് കൊടുക്കാനും. ആദ്യമേ തക്കാളിക്ക ചേർക്കാൻ പാടില്ല. പിന്നെ ഈ മസാലയെല്ലാം ചേർത്ത് മസാലയെല്ലാം നല്ലതുപോലെ മൂക്കണം. മൂത്തതിന് ശേഷം വേണം നമുക്ക് ഇത് തക്കാളിക്ക ചേർത്ത് കൊടുക്കാൻ. നമുക്കിത് ആയിട്ടില്ല, പകുതി ആയിട്ടേ ഉള്ളൂ. ഇനി കുറച്ചുകൂടെ വഴണ്ട് വരണം. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം. ഇതൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു വെക്കാം. കണ്ടോ ഉള്ളി എത്ര കുറഞ്ഞത് കണ്ടോ. ഒരു 3-4 ഉള്ളിയെങ്കിലും എടുക്കണം, എന്നാലേ ഇത് കാണത്തുള്ളൂ. ഗ്രേവി അല്ല, ഒട്ടും ഗ്രേവി കാണത്തില്ല. നമുക്കിത് ഇനി ഒന്ന് അടച്ചു വെക്കാം. തീ കുറച്ച് വെച്ചിട്ട് അടച്ചു വെക്കാം. അതൊന്ന് ആവിലിരുന്ന് ഉള്ളി ഒന്ന് വഴലട്ടെ. ഞാനിത് തുറക്കാൻ പോവാന്ന്. ഇതൊന്ന് നോക്കട്ടെ ഇത് ആയിട്ടുണ്ടോയെന്ന്. നല്ലതായിട്ട് വഴണ്ടിട്ടുണ്ട്. കുറച്ചുകൂടെ വഴണ്ട് വരണം. സവാള നല്ലതായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഉണ്ടോ. ഇനിയിപ്പോൾ അത് മസാല എല്ലാം കൂടി ഇട്ടിട്ട് ഒന്നുകൂടെ വഴണ്ട്. ഇതിപ്പോൾ ഇവിടെ ഭയങ്കര ചൂട്. കാരണം ഈ മഴയ്ക്കാന്ന് തോന്നുന്നു നല്ല ചൂടുണ്ട്. പക്ഷെ ഇവിടെ അടുക്കള ഫാൻ ഇട്ടുകൊണ്ട് എനിക്ക് ഇങ്ങനെ ജോലി ചെയ്യുന്നത് ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ ഫാൻ ഓഫ് ചെയ്തിട്ടാണ്. ഭയങ്കരമായിട്ട് ചൂടടിക്കുന്നു. നമുക്ക് ആദ്യം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു 2 സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. ചെറിയ സ്പൂണിന് 2 സ്പൂണാണ് ഇട്ട് കൊടുത്തത്. അതിനുശേഷം 1 സ്പൂണും മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു ചെറിയ സ്പൂണിന് 1 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് ഇളക്കാം. നല്ലതായിട്ട് ഇളക്കി യോജിപ്പിക്കാം മസാല. അതിനുശേഷം നമുക്ക് ഈ ഗരം മസാല ചേർത്ത് കൊടുക്കാം. പകുതി ഇപ്പോൾ ചേർക്കുന്നു, പകുതി ഞാൻ ലാസ്റ്റിലേ ചേർക്കുന്നുള്ളൂ. പിന്നെ ഈ പെരുംജീരകപ്പൊടി അങ്ങ് ചേർത്ത് കൊടുക്കുകയാണ്. 2 സ്പൂൺ പെരുംജീരകപ്പൊടിയാണ്. ചെറിയ സ്പൂണിന് 2 സ്പൂണ് പെരുംജീരകപ്പൊടിയാണ് ഞാൻ ഇട്ട് കൊടുത്തത്. ഈ ഗരം മസാല 2 സ്പൂണാണ് എടുത്ത് വെച്ചിരുന്നത് ഇവിടെ. മസാല എല്ലാം നല്ലതായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് മൂത്തതിന് ശേഷം വേണം മുളക് പൊടി ചേർക്കാൻ. ഈ ചെറിയ സ്പൂണിന് തന്നെ 2 സ്പൂണ് മുളക് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. പച്ചമുളക് ചേർത്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇതിന് ഇത്രയും ചേർക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ എരിയുടെ അനുസരിച്ച് എത്രയാണെന്ന് വെച്ചാൽ ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം ഇനി നമുക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഈ ചെറിയ സ്പൂണിന് 1 സ്പൂണാണ് ഞാൻ ഇപ്പോൾ ചേർക്കുന്നത്. കുരുമുളക് പൊടി പിന്നെ കുരുമുളക് പൊടിയും ഗരം മസാല ലാസ്റ്റ് നമ്മൾ ചേർക്കുന്നുണ്ട് കുറച്ചുകൂടെ.
അതിനുശേഷം ഒന്നുകൂടെ ഇളക്കാം. കരിഞ്ഞു പോകാൻ പാടില്ല, തീ കുറച്ച് വെച്ചിട്ട് വേണം ചെയ്യാൻ. അതുകൊണ്ടാണ് ആദ്യം മുളക് പൊടി ഇടാൻ പാടില്ല. നമ്മളെല്ലാം മസാല ഇട്ട് മൂത്തതിന് ശേഷം മാത്രം വേണം മുളക് പൊടി ലാസ്റ്റായിട്ട് കൊടുക്കണ്ടേ. അതിനുശേഷം നമുക്കിനി ഇതെല്ലാം മൂത്ത് വന്നിട്ടുണ്ട്, കണ്ടോ കളർ മാറിയുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് തക്കാളിക്കായിട്ട് കൊടുക്കാം. ചെറിയ 2 തക്കാളിക്കാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇനിയിപ്പോൾ തക്കാളിക്കായി ഇതിൽ കിടന്ന് നല്ലതായിട്ടൊന്ന് വഴണ്ട് വരണം. ഇപ്പം ഇങ്ങനെ ഞാനിപ്പോൾ ഇത് വഴണ്ടതിന് ശേഷം തുള്ളി ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കും. പച്ചവെള്ളം ഒഴിക്കല്ലേ, ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്ത് ഈ ആ ചൂടുവെള്ളത്തിലൊന്ന് വേവിക്കുക. അതാണ് നമ്മൾ എവിടെയെങ്കിലും യാത്രയ്ക്ക് കൊണ്ടുപോകാനാണെങ്കിൽ ഈ വെള്ളവും ഈ തക്കാളിക്കായി ഒഴിവാക്കണം. നല്ലതായിട്ട് വഴറ്റിയിട്ടോ. തക്കാളിക്കായി ഇട്ടാലും കുഴപ്പമില്ല, പക്ഷെ വെള്ളം ഒഴിക്കരുത്. ഇങ്ങനെ ഇത് തന്നെ ഗ്രേവി തന്നെ ഉണ്ടാക്കിക്കൊണ്ട് വേണം പോകാൻ. ഇങ്ങനെ കേടാവത്തില്ല, നല്ലതായിട്ട് ഇരുന്നോളൂ. അപ്പം നമുക്ക് വീട്ടിൽ കഴിക്കാനുള്ളതല്ലേ. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുവാണേ. തക്കാളിക്ക് ഒന്ന് ഉടയട്ടെ. അതിന് ശേഷം ഒരു തുള്ളി വെള്ളം ഒഴിച്ചു കൊടുക്കാം, ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിൽ കിടന്ന് വെന്ത് മസാല എല്ലാം ഒന്ന് ബാലൻസ് ആയിട്ട് പിന്നെ നമുക്ക് മുട്ട ചേർത്ത് കൊടുക്കാം. നമുക്കിനി കുറച്ച് ചൂടുവെള്ളം ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ചൂടുവെള്ളമാണ്, ഒരു 1/2 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കും. ചൂടുവെള്ളം ഒഴിച്ചിട്ട് പച്ചവെള്ളം ഒഴിക്കല്ലേ, ചൂടുവെള്ളം ഒഴിക്കാവേ. എന്നിട്ട് ഇതിന് ഈ മസാല ഒന്ന് ബാലൻസ് ആവട്ടെ. ഇതൊന്ന് മസാല ബാലൻസായി എണ്ണയൊന്ന് തെളിഞ്ഞ് വരണം. നമുക്ക് ചെറുതായിട്ട് ഇച്ചിരി നേരം ഒന്ന് അടച്ചു വെക്കാം, ഒരു 2 മിനിറ്റ്. എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. എണ്ണ തെളിഞ്ഞ് വന്നത് നമ്മൾ അത്രയും എണ്ണ മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഇത് ഇരുമ്പിച്ചിരിക്കകത്തായതുകൊണ്ടാണ് അത് എണ്ണ ആവാത്തത്. ഇനി നമുക്കിതിലോട്ട് കുറച്ച് കറിവേപ്പില നിങ്ങൾ ആവശ്യത്തിന് ഇട്ടാൽ മതി. അത് കൂടുതൽ ചേർക്കണമെങ്കിൽ ചേർക്കാം. മുട്ടയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഞാൻ. ശേഷം നല്ലതായിട്ടൊന്ന് പിന്നെ ഒന്ന് മസാലയായിട്ടൊന്ന് തട്ടി കൊടുക്കാം. നല്ലപോലെ ഇളക്കി കൊടുക്കണം. ഞാനിത് അധികം വെള്ളം വെക്കുന്നില്ല, ഇത് വഴറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. കണ്ടോ, ഇങ്ങനെ വഴറ്റിയെടുക്കണം. കുറച്ച് നേരം ഇങ്ങനെ മുട്ട ഞാനിപ്പോൾ ഇത് ഇങ്ങനെ ഓരോരോ വര ഇട്ടിട്ടാണ് വെച്ചിരുന്ന മുട്ട ഇങ്ങനെ പിച്ചാത്തി കൊണ്ട്. അത് ഞാൻ കാണിച്ചില്ല, നിങ്ങളതുപോലെ ചെയ്ത് വെക്കണം. അന്നേരം മസാല നല്ലതായിട്ട് ഉള്ളിലോട്ട് പിടിക്കും. നല്ല കാറ്റുണ്ട് ഇവിടെ. ഇങ്ങനെ ഒന്ന് ഇരിക്കട്ടെ, മസാല മുട്ടയ്ക്കകത്തോട്ടൊന്ന് പിടിക്കട്ടെ. നല്ല എരിവുള്ള കുരുമുളക് പൊടി, അത് കാരണം ഞാൻ ആദ്യം ഇതുപോലെ ഒരു ചെറിയ സ്പൂൺ ഒരു പൊടി ചേർത്തിരുന്നു. ഇത് 2 സ്പൂൺ വലിയ സ്പൂൺ എടുത്ത് വെച്ചിരുന്നുണ്ട്. ഇത് കണ്ടോ, ഇത് പിന്നെ നിങ്ങൾ എരിയുടെ അനുസരിച്ച് ചേർത്തോ കേട്ടോ. അതിപ്പോൾ ഞാൻ ഇനിയിപ്പോൾ ഇത് ഇച്ചിരി ഗരം മസാല കൂടി ചേർക്കുകയാണ്. ലാസ്റ്റ് ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ ഒരു ചെറിയ സ്പൂണിന് 1 സ്പൂൺ ചേർത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ, ഇതിൻ്റെ ആവശ്യമുള്ളൂ. അവിടെ എണ്ണ നല്ലതായിട്ട് തെളിഞ്ഞ് വരുന്നുണ്ട്. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം നല്ലതായിട്ട്. ഇതാണ് ശരിക്കും മുട്ട റോസ്റ്റ്. ഈ ടേസ്റ്റൊന്നും നമ്മൾ പുറത്ത് പോയി കടയിൽ പോയി വാങ്ങിച്ച് കഴിച്ചാലൊന്നും ഈ ടേസ്റ്റ് കിട്ടില്ല. നമ്മുടെ വീട്ടിലുണ്ടാക്കുന്നതിൻ്റെ ടേസ്റ്റ് അത് പ്രത്യേകിച്ച് പറയണം. ഇതുപോലെ എല്ലാവരും ഇതുപോലെ തന്നെ സെയിം ഉണ്ടാക്കി നോക്കണം, എന്നിട്ട് അഭിപ്രായം അറിയിക്കണം. അങ്ങനെ നമ്മുടെ മുട്ട റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ അടിപൊളി കേരള സ്റ്റൈൽ മുട്ട റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. താങ്ക് യു.